വീഡിയോയിൽ മെമ്മറി അലോക്കേഷൻ ടെക്നിക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ രണ്ട് തരത്തിലാണ് മെമ്മറി അലോക്കേഷൻ ടെക്നിക്സ് പറഞ്ഞത്, കണ്ടിന്യൂസ് ആൻഡ് നോൺ കണ്ടിന്യൂസ് എന്ന് പറയുന്ന ഫാഷനിൽ. ഓക്കെ, അതിൽ കണ്ടിന്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അതായത് ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് ഒരു സ്പേസിൽ, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സ്പേസിൽ സ്റ്റോർ ചെയ്യുക, അതാണ് കണ്ടിന്യൂസ് മെമ്മറി അലോക്കേഷൻ. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. സെക്കൻഡറി സ്റ്റോറേജിൽ നിന്ന് ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് റാമിലേക്ക് കൊണ്ടുവരണം. ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് സ്വാപ്പിംഗ്. ദെൻ റാമിൽ നിന്ന് എടുത്തിട്ടാണ് CPU ഓരോ പ്രോസസ്സുകളെയും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ദെൻ ഫംഗ്ഷൻ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ച് പെർമനന്റ് സ്റ്റോറേജിന് വേണ്ടിയിട്ട് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസിലേക്ക് നമ്മൾ കൊണ്ടുവന്നിടും. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ഒന്നിലധികം പ്രോസസ്സുകൾ ഒരേ സമയം സ്റ്റോർ ചെയ്യുന്ന സമയത്താണ് ഇവിടെ മെമ്മറി മാനേജ്മെന്റ് നമുക്ക് വേണ്ടി വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കാം, ഇവിടെ P1 എന്നുള്ളത് ഒരു കണ്ടിന്യൂസ് ഫാഷനിലാണ് നിൽക്കുന്നത്. അതായത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സ്പേസിലാണ് P1നെ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. P1നെ നമുക്ക് ഒരിക്കലും കണ്ടിന്യൂസ് മെമ്മറി അലോക്കേഷനിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫാഷനിലായിരിക്കും ഇത് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, കണ്ടിന്യൂസ് മെമ്മറി അലോക്കേഷൻ മെയിൻലി ഓഫ് ടു ടൈപ്സ്, രണ്ട് തരത്തിലാണ് കണ്ടിന്യൂസ് മെമ്മറി അലോക്കേഷൻ ഉള്ളത്. ഫിക്സഡ് സൈസ് പാർട്ടീഷനിങ് ആൻഡ് വേരിയബിൾ സൈസ് പാർട്ടീഷനിങ് എന്ന് പറയുന്ന രണ്ട് തരത്തിൽ. അതിലെ ഫസ്റ്റ് കേസ് ഫിക്സഡ് സൈസ് പാർട്ടീഷനിങ് എന്ന് പറയുന്ന കേസ്, അല്ലെങ്കിൽ സ്റ്റാറ്റിക് പാർട്ടീഷനിങ് എന്ന് പറയുന്ന ടെക്നിക്ക്. ഇൻ ദിസ് ടെക്നിക് മെയിൻ മെമ്മറി ഈസ് പ്രീ ഡിവൈഡഡ് ഇൻ ടു ഫിക്സഡ് സൈസ് പാർട്ടീഷൻസ്. ഇതിൽ മെയിൻ മെമ്മറീനെ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രീ ഡിവൈഡഡ് ഇൻ ടു ഫിക്സഡ് സൈസ്, അതായത് ആദ്യം തന്നെ ഡിവിഷൻ ചെയ്തു വെക്കും, ഫിക്സഡ് സൈസ് ആയിട്ടുള്ള ഒരു പാർട്ടീഷൻസ് ചെയ്തു വെക്കും. ഇവിടെ നോക്കുക, ഫിക്സഡ് സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാറ്റിനും ഒരേപോലെ എന്നല്ല, അതായത് വേരിയേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഒരു ടോട്ടൽ 10 KB ആയിട്ടുള്ള ഒരു പ്രൈമറി മെമ്മറി ആണെന്ന് വിചാരിക്കുക. ഇതിൽ ഒരു ഏരിയ 5 KB, 2 KB, 2 KB, 1 KB ഇങ്ങനെയാണ് ഡിവിഷൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ പിന്നെ എന്തുകൊണ്ടാണ് ഇത് ഫിക്സഡ് എന്ന് പറയുന്നത്? ഒരിക്കൽ ഇത് ഫിക്സഡ് ഡിവിഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ ഈ ഒരു 5 KB എന്നുള്ളത് നമുക്ക് വീണ്ടും നമ്മുടെ പ്രോസസ്സിനനുസരിച്ച് നമുക്ക് മാറ്റാൻ പറ്റില്ല. അതാണ് ഫിക്സഡ് സൈസ്. അതായത് ആ ഒരു ഓൾറെഡി നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഫിക്സഡ് ആണ്. അതായത് ഇപ്പോൾ ഇവിടെ 5 KB നമ്മൾ ഡിവിഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് 2 KB വന്നാലും 3 KB വന്നാലും ഈ 5 KB തന്നെ നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടി വരും. അതാണ് ഫിക്സഡ് സൈസ് എന്ന് പറയുന്ന പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ 2 KB മാത്രമുള്ളതാണെന്നുണ്ടെങ്കിൽ 2 KB ഫ്രീ ആണെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ട് സ്റ്റോർ ചെയ്യാം. അതല്ല 2നേക്കാളും കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ 5 KB കൊണ്ടുപോയിട്ട് സ്റ്റോർ ചെയ്യേണ്ടി വരും. 5നേക്കാളും കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സ്റ്റോറിംഗ് മെക്കാനിസം പോസിബിൾ അല്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രോബ്ലം. The size of each partition is fixed and cannot be changed. ആ സൈസ് നമുക്ക് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. Each partition is allowed to store only one process. ഓരോ പാർട്ടീഷനിലും ഒരു പ്രോസസ്സിനെ മാത്രമേ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ 5 KB, ഇവിടെ ഒരു 6 KB ഉള്ളൊരു 5 KB ആണെന്ന് വിചാരിക്കുക. ഇവിടെ നമ്മളൊരു 3 KB സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു, ബാക്കി 2 KB അവിടെ ഫ്രീ ആണ് എന്ന് വെച്ചിട്ട് നമുക്ക് വേറെ ഇനിയൊരു പ്രോസസ്സ് വന്നത് 2 KB ആണെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ട് സ്റ്റോർ ചെയ്യാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാർട്ടീഷനിൽ ഒരു പ്രോസസ്സിനെ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നോക്കുക, ഇവിടെ ഒരു പ്രോബ്ലംസ് അറൈവ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നോക്കുക, നമുക്കൊരു P1 എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് വന്നു, 4 KB ആണ് അതിൻ്റെ കപ്പാസിറ്റി. ഇതിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് 2 KB സ്റ്റോർ ചെയ്യാൻ പറ്റില്ല, ഇവിടെയും 2 KB ഉണ്ട് അതിലും സ്റ്റോർ ചെയ്യാൻ പറ്റില്ല, 1 KB നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പോസിബിൾ ആയിട്ടുള്ള സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 5 KB മാത്രമാണ്. സോ 5 KB നമ്മൾ 4 KB ഇൻഫോർമേഷൻസ് സ്റ്റോർ ചെയ്തു. But the remaining 1 KB, the internal remaining 1 KB is waste. അത് അവിടെ ഫ്രീ ആയിട്ട് കിടക്കുകയുള്ളൂ. അത് നമുക്ക് പക്ഷേ വേറൊരു പ്രോസസ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ വരുന്ന ഈ ഒരു പ്രോബ്ലത്തിനെയാണ് നമ്മൾ ഇന്റേണൽ ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ എന്തായിരുന്നു? ഓൾറെഡി അവിടെ മെമ്മറി ഉണ്ടായിരിക്കും, ടോട്ടൽ ആയിട്ടുള്ള ഒരു മെമ്മറി ഉണ്ടായിരിക്കും, പക്ഷേ നമുക്ക് നമ്മുടെ പ്രോസസ്സിനെ സ്റ്റോർ ചെയ്യാൻ അവിടെ പറ്റില്ല എന്നുള്ളതായിരുന്നു അവിടുത്തെ എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷന്റെ കേസിൽ നടന്നത്. ഇന്റേണൽ ഫ്രാഗ്മെന്റേഷന്റെ കേസിൽ ഈ ഒരു ഫിഗർ മനസ്സിൽ ഉറപ്പിക്കുക. കാരണം നോക്കുക, ഇവിടെ 4 KB എന്നുള്ള ഡാറ്റയാണ് നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ളത്, പക്ഷേ 5 KB സ്പേസിലാണ് നമുക്ക് സ്റ്റോർ ചെയ്യുന്നത് എന്ന് വെച്ചിട്ട് നമുക്ക് ബാക്കി 1 KB ഒന്നിനും യൂസ് ചെയ്യാൻ പറ്റാതെ അവിടെ വേസ്റ്റ് ആയിട്ട് കിടക്കുകയുള്ളൂ. ഈ ഒരു മെത്തേഡിനെയാണ് ഇന്റേണൽ ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത്.
നമുക്ക് പറയാനുള്ളത് വേരിയബിൾ സൈസ് പാർട്ടീഷനിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. വേരിയബിൾ സൈസ് പാർട്ടീഷനിങ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓൾറെഡി അവിടെ ഡിവിഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ല. നമുക്ക് വരുന്ന പ്രോസസ്സിനനുസരിച്ച് അവിടെ മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഡൈനാമിക് പാർട്ടീഷനിങ് ഈസ് എ വേരിയബിൾ സൈസ്, ഇതിനെ ഡൈനാമിക് പാർട്ടീഷനിങ് എന്നും കൂടി പറയാറുണ്ട്. ഡൈനാമിക് പാർട്ടീഷനിങ് ഈസ് എ വേരിയബിൾ സൈസ് പാർട്ടീഷനിങ് സ്കീം. It performs the allocation dynamically. There is no predefined partition. When a process arrives, a partition of size equal to the size of process is created. Size എത്രയാണോ പ്രോസസ്സിന്റെ സൈസ് എത്രയാണോ അതിനനുസരിച്ചാണ് മെമ്മറി അലോക്കേറ്റ് ചെയ്യുക. Then that is partition is called allotted to the process. അങ്ങനെ പാർട്ടീഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് എന്ത് ചെയ്യും, പ്രോസസ്സിനെ അലോക്കേറ്റ് ചെയ്യും. ഇപ്പോൾ ഇവിടെ നോക്കുക, ഒരു 10 KB ആയിട്ടുള്ള ഒരു പ്രൈമറി മെമ്മറിയാണുള്ളത്. നമ്മളടുത്ത് ഒരു 4 KB പ്രോസസ്സ് വന്നു എങ്കിൽ ആ 10 KB-ലെ 4 KB നമ്മുടെ P1-ന് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. ബാക്കി 6 KB എന്നുള്ളത് ഫ്രീ ആയിട്ട് കൊടുക്കും. ഇനി അതിനുശേഷം ഒരു P2 വന്നു ഓഫ് സൈസ് 3 KB. സൈസ് 3 KB ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഡൈനാമിക്കലി 3 KB-നെയും കൂടി അലോക്കേറ്റ് ചെയ്യും. ബാക്കി 3 സ്പേസ് 3 KB എന്നുള്ളത് അവിടെ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടും. ഇങ്ങനെയാണ് ഡൈനാമിക് പാർട്ടീഷനിങ് അല്ലെങ്കിൽ വേരിയബിൾ സൈസ് പാർട്ടീഷനിങ് എന്നുള്ളടത്ത് പ്രോസസ്സ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്തത് പറയാനുള്ളത് അൽഗോരിതംസ് ആണ്. അൽഗോരിതംസ് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോസസ്സിന് ഏത് അൽഗോരിതംസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് പാർട്ടീഷനിങ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് ബൈ യൂസിങ് അൽഗോരിതംസ് ആണ്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം.